1945-ൽ മഹാരാഷ്ട്രയിലെ അമൽനേറിൽ വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു വനസ്പതി പാമോയിൽ ഉൽപ്പാദന കമ്പനിയായി എച്ച് ഹാഷിം പ്രേംജി സ്ഥാപിച്ചതാണ് വിപ്രോയുടെ തുടക്കം. എണ്ണ വ്യവസായത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് സോപ്പ്, മറ്റ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലേക്ക് വിപ്രോയുടെ പ്രവർത്തനം വിപുലീകരിച്ചു. 1966-ൽ പിതാവിന്റെ അപ്രതീക്ഷിത മരണശേഷം വെറും 21 വയസ്സുണ്ടായിരുന്ന ഹാഷിം പ്രേംജി കമ്പനിയുടെ ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അവസരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്, കഠിനാധ്വാനവുമാണ് വിപ്രോയെ ഇന്നത്തെ ആഗോള IT ഭീമനാക്കി മാറ്റിയത്. 1977-ൽ കമ്പനിയുടെ പേര് വിപ്രോ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന് മാറ്റി. ഇന്ത്യയിൽ സാങ്കേതിക രംഗം വളർന്നുവരുന്ന സമയത്ത് 1980-ൽ വിപ്രോ ഒരു നിർണായക ചുവടുവെപ്പ് നടത്തി. അവർ ഇൻഫർമേഷൻ ടെക്നോളജി IT മേഖലയിലേക്ക് കടന്നു. പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ നിർമ്മാണവും സോഫ്റ്റ്വെയർ വികസനവുമായിരുന്നു അവരുടെ ആദ്യകാല IT പ്രവർത്തനങ്ങൾ. ഇന്ത്യയിൽ തദ്ദേശീയമായി കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ച ആദ്യകാല കമ്പനികളിലൊന്നായിരുന്നു വിപ്രോ. ആഗോളതലത്തിൽ IT സേവനങ്ങൾക്കുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ ഹാഷിം പ്രേംജി വിപ്രോയെ ഒരു ആഗോള IT സേവന ദാതാവായി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തുടർച്ചയായ നിക്ഷേപങ്ങളിലൂടെയും സാങ്കേതികവിദ്യയിലെ മുന്നേറ്റങ്ങളിലൂടെയും വിപ്രോ അതിവേഗം വളർന്നു. 1990കളോടെ ആഗോള ക്ലയന്റുകൾക്ക് ഔട്ട്സോഴ്സിംഗ് സേവനങ്ങൾ നൽകുന്ന ഒരു പ്രമുഖ IT കമ്പനിയായി വിപ്രോ മാറി. ഇന്ന് വിപ്രോ ലിമിറ്റഡ് ലോകത്തിലെ ഏറ്റവും വലിയ IT സേവന ദാതാക്കളിൽ ഒന്നാണ്. അവർ സോഫ്റ്റ്വെയർ വികസനം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സുരക്ഷ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൺസൾട്ടിംഗ് എന്നിവയുൾപ്പെടെ നിരവധി സേവനങ്ങൾ ലോകമെമ്പാടുമുള്ള ക്ലയന്റുകൾക്ക് നൽകുന്നു. നിരവധി സാമ്പത്തിക പ്രതിസന്ധികളെയും സാങ്കേതിക മാറ്റങ്ങളെയും അതിജീവിച്ച് വിപ്രോ ഒരു പ്രാദേശിക എണ്ണ കമ്പനിയിൽ നിന്ന് ആഗോളതലത്തിൽ അംഗീകാരം നേടിയ ഒരു ബ്രാൻഡായി മാറിയത് ഒരു വലിയ വിജയഗാഥയാണ്. ഹാഷിം പ്രേംജിയുടെ നേതൃത്വവും കമ്പനിയുടെ സാമൂഹിക പ്രതിബദ്ധതയും, പ്രത്യേകിച്ച് ഹാഷിം പ്രേംജി ഫൗണ്ടേഷൻ വഴിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിപ്രോയെ വ്യവസായ ലോകത്ത് വേറിട്ടു നിർത്തുന്നു. സാങ്കേതികവിദ്യയുടെ ലോകത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയും ആഗോള സാന്നിധ്യത്തിലൂടെയും വിപ്രോ ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നു.